₹1000 താഴെയുള്ള ഏറ്റവും മികച്ച ലാവലിയർ മൈക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് ഒറ്റ വാക്കി പറയാം, അതാണ് ബോയയുടെ BY-M1 എന്ന് പറയുന്ന ഈ ലാവലിയർ മൈക്ക്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു മൈക്രോഫോൺ അൺബോക്സിംഗ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ ആണ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൊണ്ട് അമർത്തുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അൺബോക്സിങ്ങിലോട്ട് പോകുന്നതിന് മുമ്പ് ഈ ഒരു മൈക്രോഫോണിനെ കുറിച്ച് നമുക്ക് ഷോർട്ട് ആയിട്ടൊന്ന് നോക്കാം. ഈ ഒരു മൈക്രോഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നിരവധി ആൾക്കാർ ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മൈക്കാണ് ബോയ BY-M1 എന്ന് പറയുന്ന ഈ ലാവലിയർ മൈക്ക്. ₹1000 താഴെ നമുക്ക് നിരവധി ലാവലിയർ മൈക്കുകൾ അവൈലബിൾ ആണെങ്കിൽ പോലും ഇതിന്റെ അത്ര മികച്ച ഫീച്ചേഴ്സ് ഉള്ള ഒരു ലാവലിയർ മൈക്ക് നമുക്ക് ₹1000 താഴെ അവൈലബിൾ അല്ല. അപ്പൊ അത്രത്തോളം മികച്ച പെർഫോമൻസ് നൽകുന്ന ഒരു മൈക്കാണ് ബോയയുടെ BY-M1 എന്ന് പറയുന്ന ഈ ലാവലിയർ മൈക്ക്. ഇനി നമുക്ക് ഈ ഒരു മൈക്ക് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ഗൈസ്, ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ ബോക്സ് പാക്ക് എന്ന് പറയുന്നത്. ഏറ്റവും ടോപ്പിലായിട്ട് ബോയ എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം നൽകിയിട്ടുണ്ട്. പിന്നെ BY-M1 എന്ന് പറയുന്ന മോഡൽ നെയിം നൽകിയിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് മൈക്കിൻ്റെ പിക്ചറും ഈ ഒരു ബോക്സിൽ നൽകിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു മൈക്ക് ഓർഡർ ചെയ്തത് ഓൺലൈനായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് വന്ന വഴിക്ക് കുറച്ച് ഡാമേജും കാര്യങ്ങളൊക്കെ ഒരു ബോക്സിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സും സ്പെസിഫിക്കേഷൻസും ബാക്ക് സൈഡിലായിട്ട് നൽകിയിരിക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ബോക്സ് അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബോക്സ് ജസ്റ്റ് ഒന്ന് അൺബോക്സ് ചെയ്യാം. ബോക്സിനകത്ത് ഈ 3 കാര്യങ്ങളാണ് നമുക്ക് ആദ്യം തന്നെ കാണുവാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ നമുക്ക് വാറണ്ടി കാർഡ് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു മൈക്കിൻ്റെ യൂസർ മാനുവൽ ലഭിക്കുന്നുണ്ട്. പിന്നെ മൈക്കും എല്ലാം കൂടെ ചേർന്ന ഒരു കേഴ്സും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു കേഴ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഈ കേഴ്സ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങളാണ് ലഭ്യമാകുന്നത്. അതായത് നമുക്ക് മൈക്കിൻ്റെ കുറച്ച് ആക്സസറീസ് ലഭിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മൈക്ക്, പിന്നെ കേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേഴ്സാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. നമുക്ക് അകത്ത് വെള്ളം കയറുന്നുള്ള പേടിയൊന്നും വേണ്ട. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു കേഴ്സ് തന്നെയാണ് ഈ ഒരു മൈക്കിൻ്റെ കൂടെ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മൈക്കിലോട്ട് വരുന്നതിന് മുമ്പ് ഈ ഒരു മൈക്കിൻ്റെ ആക്സസറീസ് എന്തൊക്കെയാണ് കിട്ടിയേക്കുന്നത് നോക്കാം. നമുക്ക് പ്രധാനമായിട്ട് 4 ആക്സസറീസ് ആണ് ഈ ഒരു മൈക്കിൻ്റെ കൂടെ ലഭിക്കുന്നത്. ആദ്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഒരു ഫിൽറ്ററാണ്. അതായത് നമുക്ക് നോയ്സും കാര്യങ്ങളൊക്കെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉള്ള ഒരു ഫിൽറ്റർ നമുക്ക് ഈ ഒരു മൈക്കിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ക്ലിപ്പാണ്. അതായത് ഇതെന്ന് പറയുന്നത് ഒരു കോളർ മൈക്കാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഷർട്ടിൻ്റെ കോളറിലേക്ക് കണക്ട് ചെയ്ത് വെക്കാൻ സാധിക്കുന്ന ഒരു ക്ലിപ്പാണ് നമുക്ക് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. അടുത്തായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു അഡാപ്റ്ററാണ്. നമുക്ക് ഈ ഒരു മൈക്ക് ക്യാമറയിലും മറ്റും കണക്ട് ചെയ്യാൻ ഈ ഒരു അഡാപ്റ്റർ ആവശ്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അഡാപ്റ്റർ നമുക്ക് ഈ ഒരു മൈക്കിലൂടെ ലഭിക്കുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് ലഭിക്കുന്നത് ഒരു ബാറ്ററിയാണ്. നമ്മൾ ഈ ഒരു മൈക്ക് ക്യാമറയിലൊക്കെ കണക്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ ഈ ഒരു ബാറ്ററി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു മൈക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചെറിയൊരു ബാറ്ററി നമുക്ക് ഈ ഒരു ആക്സസറി ആയിട്ട് ഈ ഒരു മൈക്കിലൂടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൈക്കിലോട്ട് വരാം. അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ക്ലിപ്പും അതോടൊപ്പം തന്നെ ഫിൽറ്ററും ഈ ഒരു മൈക്കിനകത്ത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു മൈക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, അതായത് നമുക്ക് വളരെയധികം ലെങ്ത് നമുക്ക് ഈ ഒരു മൈക്ക് അത് കിട്ടുന്നതാണ്. നമുക്ക് എത്ര ദൂരം നീങ്ങി നിന്നാണെങ്കിൽ നമുക്ക് ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് ഓഡിയോ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ലെങ്ത് ആയിട്ടുള്ളൊരു കേബിൾ നമുക്ക് ഈ ഒരു മൈക്കിനകത്ത് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇതിൻ്റെ കൺട്രോളറാണ്. അതായത് നമുക്കിപ്പോൾ ക്യാമറയിലും അതോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ ഉപയോഗിക്കുമ്പോൾ 2 സ്വിച്ചിലാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ 2 സ്വിച്ചിലേക്ക് സ്വിച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു കൺട്രോളറാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു കൺട്രോളിനകത്താണ് നമ്മൾ ഇതിൻ്റെ ഒരു ബാറ്ററി ഇടുന്നത്. അപ്പോൾ അതെങ്ങനെയായിട്ടെന്ന് നമുക്ക് നോക്കാം. നമുക്ക് ഈ ഒരു കൺട്രോളിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ ലൂസാക്കി അഴിക്കുവാൻ സാധിക്കും. അങ്ങനെ അഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു ഇതിനകത്ത് നമ്മൾ ബാറ്ററി അപ്ലൈ ചെയ്യുന്നത്. ബാറ്ററി ഇടാനുള്ളൊരു പോർഷൻ ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ബാറ്ററി ഇട്ടതിന് ശേഷം ഈ ഒരു ക്ലിപ്പ് വെച്ച് ഇങ്ങനെ ടൈറ്റ് ചെയ്താൽ മാത്രം വരായിരിക്കും. നിങ്ങൾ ക്യാമറ കണക്ട് ചെയ്താണ് ഈ ഒരു മൈക്ക് ഉപയോഗിക്കുന്നതെങ്കിൽ മാത്രം ഈ ഒരു ബാറ്ററിയുടെ ആവശ്യമുള്ളൂ. സ്മാർട്ട് ഫോണിലാണെങ്കിൽ ഈ ഒരു ബാറ്ററിയുടെ ആവശ്യം നമുക്കില്ല. അപ്പോൾ ഇതാണ് ഈ ഒരു മൈക്കിൻ്റെ അൺബോക്സിങ് ആൻഡ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു മൈക്കിൻ്റെ ഓഡിയോ ക്വാളിറ്റിയും കൂടെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ഞാൻ മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ അല്ല, എൻ്റെ സ്മാർട്ട് ഫോണിനകത്ത് തന്നെയുള്ള ഇൻബിൽഡ് ആയിട്ടുള്ള മൈക്ക് വെച്ച് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ആണ്. ഇനി നമുക്ക് നമ്മുടെ മൈക്ക് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഓഡിയോ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ ഞാൻ ഈ ഒരു മൈക്ക് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുന്ന ഓഡിയോ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും എത്രത്തോളം മികച്ച ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു മൈക്ക് കാഴ്ചവെക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ വളരെ മികച്ച ഒരു മൈക്ക് തന്നെയാണ് ബോയയുടെ BY-M1 എന്ന് പറയുന്നത്. നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഏറ്റവും മികച്ചൊരു മൈക്കാണ് ബോയയുടെ BY-M1 എന്ന് പറയുന്ന ഈ ഒരു ലാവലിയർ മൈക്ക്. അപ്പോൾ ഈ ഒരു മൈക്ക് വാങ്ങാനുള്ള ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ഒരു മൈക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഇതിലും മനോഹരമായിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഇറ്റ്സ് മീ വിഷ്ണു സൈനിങ് ഔട്ട്.